നമസ്കാരം. സോംജി സ്മൃതിൽ മണി ടാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രംപിൻ്റെ ടാരിഫ് നാളെ കഴിഞ്ഞ് നിലവിൽ വരികയാണ്. ആഗസ്റ്റ് 1 മുതൽ 25% ടാരിഫാണ് ഇന്ത്യൻ ഇറക്കുമതിക്ക് ട്രംപ് ചുമത്താൻ പോവുക. കൂടാതെ അതിൻ്റെ കൂടെ പെനാൽറ്റി ചുമത്തുമെന്നും പറയുന്നു. പക്ഷേ അത് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ത്യ റഷ്യയിൽ നിന്ന് കൂടുതൽ ഇറക്കുമതി നടത്തുന്നതുകൊണ്ട് പെട്രോളിയവും പ്രതിരോധ സാമഗ്രികളുമെല്ലാം നമ്മൾ അവിടുന്ന് വാങ്ങുന്നത് കൊണ്ട് ഇന്ത്യക്കൊരു പെനാൽറ്റി ചുമത്തുമെന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. അത് എത്രയാണെന്ന് പക്ഷെ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ട്രംപിൻ്റെ ടാരിഫിൻ്റെ ആ ഒരു അനിശ്ചിതത്വം നാളെ മാറുകയാണ്. നാളെ കഴിഞ്ഞ് അതിനോട് മാർക്കറ്റ് എങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടറിയണം. നാളെ എന്തായാലും മാർക്കറ്റ് താഴെ തുടങ്ങാൻ തന്നെയാണ് സാധ്യത. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രതികരണമൊന്നും വന്നിട്ടില്ല. അതൊക്കെ വെയിറ്റ് ആൻഡ് വാച്ച് എന്ന വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ത്യ ഗവൺമെൻറ് എന്നുള്ളതിന് സംശയവുമില്ല. പതുക്കെ കാര്യങ്ങൾ തീരുമാനിക്കാം എന്നായിരിക്കും ഇന്ത്യയുടെ നയമെന്ന് തോന്നുന്നു. എന്തായാലും മാർക്കറ്റിനെ സ്വാധീനിക്കാൻ കരുത്തുള്ള തീരുമാനങ്ങളാണ് വരുന്നത്. അടുത്ത വട്ടം ചർച്ച നടക്കുമെന്ന് പറയുന്നത് ആഗസ്റ്റ് 25-ന് US പ്രതിനിധികൾ ഇന്ത്യയിലെത്തി ചർച്ച നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാലഘട്ടം മാർക്കറ്റിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് പറയാനാവില്ല. ഈ താരിഫിനെയൊക്കെ കടത്തിവെട്ടുന്ന തീരുമാനങ്ങൾ എന്തെങ്കിലും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനുള്ള വഴിയും കാണുന്നില്ല. അതുകൊണ്ട് മാർക്കറ്റ് അല്പം താഴെ തന്നെ തുടർന്ന് വരിക ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അതെന്തുമാകട്ടെ, നമുക്ക് അന്ന് 2 വാർത്തകൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വന്നതിന് ഒന്ന് നോക്കാം. റിസൾട്ടുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്വാർട്ടർലി റിസൾട്ടുകളിൽ മികച്ച റിസൾട്ടുകൾ വരുന്ന കമ്പനികൾ നല്ല രീതിയിൽ മുന്നേറുന്നുണ്ട്. പല കമ്പനികൾക്കും അത്ര മികച്ച റിസൾട്ട് റിപ്പോർട്ട് ചെയ്യാനാകുന്നില്ല എന്നുള്ളതാണ് മാർക്കറ്റിനെ മൊത്തം എടുക്കുമ്പോഴുള്ള ചില ന്യൂനതകൾ. അതുതന്നെയാണെന്ന് പറയാം. TCS അവരുടെ 12,000 സ്റ്റാഫുകളെ കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരികയും TCSനെ അത് നെഗറ്റീവായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. മിഡിൽ ലെവലിലുള്ള ഓഫീസേഴ്സ് റാങ്കിലുള്ളവരെ ആയിരിക്കും അവർ പറഞ്ഞു വിടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുതിയ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുമില്ല. അതേസമയം ഇന്ന് വന്ന വാർത്തയിൽ ഇൻഫോസിസ് അവരുടെ റിക്രൂട്ട്മെൻറ്റ് രീതികൾ തുടരുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആരെയും പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്ന് അവർ പറയുന്നു. സലീൽ പരേഖാണ് പറഞ്ഞിട്ടുള്ളത്. 17,000-ഓളം പുതിയ ആളുകളെ അവർ ഈ ക്വാർട്ടറിൽ റിക്രൂട്ട് ചെയ്തതായി പറയുന്നു. 20,000-ഓളം റിക്രൂട്ട്മെൻറ്റുകൾ ഈ വരുന്ന ക്വാർട്ടറുകളിൽ നടക്കുമെന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ AI-യുടെ പ്രചാരം കൂടുന്നതനുസരിച്ച് ആളുകൾ കുറയുമെന്ന് ആണ് TCS കുറച്ച് കൊണ്ടുവരുന്നത്. അതിനു വേണ്ടിയാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും മാർക്കറ്റിൽ 2 രീതിയിൽ അതിനൊരു പ്രതികരണമുണ്ട്. ഈ AI വരുന്നത് കൊണ്ട് ആളുകളെ കുറയ്ക്കുന്നു. ചിലർ AI-യുടെ സാധ്യതകൾ കൂടുതൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കൂടുതൽ ആളുകളെ വയ്ക്കാമെന്ന് പറയുന്നു. എന്തായാലും മാർക്കറ്റ് ആ രീതിയിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കുറയ്ക്കുന്ന രീതിയിലേക്ക് വരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതേസമയം നല്ല കമ്പനികൾ അവയെ കൂടുതൽ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്, സർവീസ് മെച്ചപ്പെടുത്തുന്നതിന് AI ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുമെന്ന കൂട്ടലിലാണ് ഇൻഫോസിസ് ഒക്കെ. ഇൻഫോസിസ് ഈ ക്വാർട്ടറിൽ നല്ല റിസൾട്ട് പ്രഖ്യാപിച്ച അപൂർവം IT കമ്പനികളിലൊന്നാണ്. ലാർജ് ക്യാപ്പിൽ ആകെ ഉണ്ടായി കൂടുതൽ ഇതുവരെ പ്രഖ്യാപിച്ചതിൽ
നല്ല റിസൾട്ട് പ്രഖ്യാപിച്ച ഒരു കമ്പനി ഇൻഫോസിസ് തന്നെയാണ്. അതുകൊണ്ട് ഇൻഫോസിസിൻ്റെ ഷെയറുകളിൽ അടുത്ത കാലഘട്ടങ്ങളിൽ നല്ല മുന്നേറ്റം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം തന്നെയാവുന്നു ഇതിനെയൊന്നും തരണം ചെയ്യാൻ ഇൻഫോസിസ് തന്നെയൊന്നും മുന്നോട്ട് വരുമെന്നൊന്നും അല്ല കേട്ടോ. അതിൻ്റെ പ്രവർത്തനഘട്ടം പതുക്കെ അവർ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അടുത്ത ക്വാർട്ടർ ആകുമ്പോഴേക്കും അതിനടുത്ത ക്വാർട്ടർ ആകുമ്പോഴേക്കും അപ്പോൾ നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ അവർക്ക് കാഴ്ചവെക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വാർത്ത വന്നത് IMFൻ്റെ ഇന്ത്യയുടെ GDP ഫോർകാസ്റ്റ് അവർ വീണ്ടും ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഗ്ലോബൽ GDPയും ഒരല്പം കൂടുന്നതായിട്ടാണ് അവർ പറയുന്നത്. 2.8 അവർ നിശ്ചയിച്ചിരുന്നത് 3 ഉയർത്തിയിട്ടുണ്ട് വേൾഡ് ലെവലിലുള്ള GDP വളർച്ച. അതുപോലെ ഇന്ത്യയുടെ വളർച്ച 6.2 എന്നാണ് അവർ മുൻപ് പറഞ്ഞിരുന്നത്. അത് ഈ 25-ലും 26-ലും 6.2 എന്ന് പറഞ്ഞിരുന്നത് 6.4 ആക്കി അവർ ഉയർത്തിയിട്ടുണ്ട്. ഇന്ത്യ തന്നെയായിരിക്കും ഏറ്റവും വേഗതയിൽ വളരുന്ന വലിയൊരു എക്കണോമി എന്ന് വീണ്ടും അവർ ഉറപ്പിച്ചു പറയുന്നു. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടാണ് കേട്ടോ, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്. അവർ കൂടുതൽ മുതൽ മുടക്കാൻ ഉദ്ദേശിക്കുന്നു ഇന്ത്യയിൽ. അതിനനുസരിച്ച് അവർ പ്രവർത്തനങ്ങൾ കാണുന്നത് കൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത 2-3 വർഷത്തിനുള്ളിൽ $17 ബില്യൺ അവരിവിടെ മുടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് 12 ബില്യൺ നേരത്തെ തീരുമാനിച്ചിരുന്നത്. അത് കൂട്ടാൻ തീരുമാനിച്ചു അവർ 17 ബില്യണായിട്ട്. അവിടെയും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പ്രകടനം ഇന്ത്യയുടെ എക്കണോമിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നതെന്നുള്ളതിന് സംശയമില്ലല്ലോ. പിന്നെ വരുന്ന ക്വാർട്ടർലി റിസൾട്ടുകളാണ്. നാളെ ഇപ്പോൾ എന്തായാലും റിസൾട്ടുകളെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് ആയിരിക്കും ട്രംപിൻ്റെ താരിഫ് കാണുക എന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് കൂടുതൽ ഒന്നും പറയുന്നില്ല. നിഫ്റ്റി 24,855 നിൽക്കുന്നത്. അത് 24,300 വരെ വരാമെന്ന് പറയുന്നു ഈ കാലഘട്ടത്തിൽ. എന്ന് പറയുമ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാവുന്ന കാര്യമാണ്. നാളെ ഒരു 100-150 പോയിൻറ്റോളം താഴെയാണ് തുടങ്ങാൻ പോകുന്നത് എന്ന് വരെയാണ് ഗിഫ്റ്റ് നിഫ്റ്റിയുടെയൊക്കെ അവസ്ഥ നോക്കിയിട്ട് ഓരോരുത്തർ പ്രവചിക്കുന്നത്. അപ്പോൾ നാളെ ഗ്യാപ്പ് ഡൗണിലായിരിക്കും. അത് കഴിഞ്ഞ് എത്ര ഉയരുകയോ താഴുകയോ ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? സംശയമാണ്. നാളെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെറ്റിൽമെൻറ്റ് ഡേയും കൂടിയാണ്. അതുകൊണ്ട് ഈ മാസത്തെ ഫ്യൂച്ചേഴ്സിൻ്റെ സെറ്റിൽമെൻറ്റ് ഡേ ആയതുകൊണ്ട് തന്നെ വളരെ വോളറ്റൈലായിരിക്കും. പ്രത്യേകിച്ച് ട്രംപിൻ്റെ താരിഫും കൂടി വന്നപ്പോൾ അതിന് താഴേക്കുള്ള ഗതിയായിരിക്കും കൂടുതൽ എന്നെനിക്ക് തോന്നുന്നു. ആ രീതിയിൽ തന്നെ കണ്ടാൽ മതി മാർക്കറ്റിൽ ഈ സപ്പോർട്ട് എന്ന് പറയുന്നത് 450 24,450 ഉണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും 300 വരും എന്നൊക്കെയാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ടെക്നിക്കലായിട്ട് നോക്കുന്നവർ അങ്ങനെ പലതും പറയുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് നാളെ വാച്ച് ചെയ്തുകൊണ്ട് തീരുമാനിക്കാം. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു. വീണ്ടും കാണാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊക്കെ സഹകരിക്കുക. താങ്ക് യു. നമസ്കാരം.